നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എവിടെടാ പോലീസെ നീയൊക്കെ? ഒരുത്തൻ ഇവിടെ ചത്തുമലച്ച് കിടപ്പുണ്ട്, അറിഞ്ഞായിരുന്നോ? എവിടുന്ന് അറിയാനാ? കാനഡക്കാരികൾ ഇമെയിൽ വഴി ഒരു പരാതി അയച്ചാൽ ചാടി ഇറങ്ങാനല്ലേ ഇവിടുത്തെ പോലീസിന് അറിയൂ? ആത്മഹത്യ ചെയ്തത് ഒരു പുരുഷനായതുകൊണ്ട് ആ കേസ് അങ്ങോട്ട് അന്വേഷിക്കാൻ ഏമാന്മാർക്ക് അത്ര സുഖം പോരെന്ന്. ദീപകിന്റെ ആത്മഹത്യയിൽ കേരളത്തിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിന് നേരെയും വലിയ വിമർശനങ്ങൾ ശക്തമാകുകയാണ്. ഒരുത്തിയുടെ തോന്നിവാസത്തിന് നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസ് സ്വമേധയാ ഒരു കേസ് എടുക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാം പരാതിക്കാരി ഇമെയിൽ വഴി പരാതി കൊടുക്കുന്നത് കാനഡയിൽ നിന്നുകൊണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടതാണ് അതിനുശേഷം എന്തൊക്കെയാണ് കേരളത്തിൽ നടന്നതെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഹോട്ടൽ മുറി വളഞ്ഞു തൂക്കിക്കൊണ്ടു പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടു. പിന്നീട് ഈ അതിജീവിതമാർക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ഒരു കമന്റ് പോലും പോസ്റ്റ് പോലും ഇടുന്നവർക്കെതിരെ സൈബർ പോലീസ് കേസ് എടുക്കാൻ ഓടുന്നതും നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് സംസാരിച്ചവർക്കെതിരെ പോലും അതിജീവിതമാരെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്ത പോലീസിനെയും നമ്മൾ കണ്ടു. അതിന്റെ പകുതി ശുഷ്കാന്തി, പകുതി വേണ്ട ഒരംശം ശുഷ്കാന്തി ഈ കേസിലെങ്കിലും പോലീസിന് കാണിച്ചുകൂടെ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം, സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്ത് കേരള പോലീസ് ദീപകിന്റെ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ പോലീസ് ഊർജിതമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് ശക്തമാകുന്നത്. മറ്റ് കേസുകളിൽ പോലീസ് കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി, ആ ഒരു വേഗത ഈ കേസിൽ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? സമൂഹത്തിൽ വലിയ എതിർപ്പുകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഈ ഒരു സംഭവം. എന്നിട്ടും പോലീസ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ള വിമർശനമാണ് ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. ആത്മഹത്യ ചെയ്തത് ഒരു പുരുഷനായതുകൊണ്ടാണ് പോലീസും പുല്ലുവില കൊടുക്കുന്നത് എന്നുള്ള ശക്തമായ ആരോപണം ഉയർന്നു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അതിജീവിതമാരെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പോലീസ് മൂന്നാം പരാതി ഒരു ഇമെയിൽ വഴി കിട്ടുമ്പോൾ അതിന്റെ തൊട്ടടുത്ത സെക്കൻഡിൽ ചാടി ഇറങ്ങിയ പോലീസിനെയും നമ്മൾ കണ്ടതാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രം അങ്ങ് കൊമ്പത്ത് കയറിയിരുന്ന അന്വേഷണവും ഇങ്ങ് താഴെ തട്ടിലുള്ളവന്റെ കാര്യം വരുമ്പോൾ വേണമെങ്കിൽ നീയൊക്കെ ചത്തൊടുങ്ങിക്കോളൂ അല്ലെങ്കിൽ അനുഭവിച്ചോളൂ എന്നുള്ള ഈ പോലീസിന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള വിമർശനവും ശക്തമാകുകയാണ്. ഒരു സാധു മനുഷ്യനായിരുന്നു ദീപക് എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ അറിയാവുന്നവർ പോലും പറയുന്നു നല്ല ഒരാളാണ്, അത്തരത്തിലുള്ള ഒരു മോശം സ്വഭാവവും അയാളിൽ ഇല്ല എന്നൊക്കെയാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം, ഇന്ന് ദീപകിന്റെ മൃതദേഹത്തിന് മുൻപിൽ കരഞ്ഞുകൊണ്ട് സകല നിയന്ത്രണവും വിട്ടുനിൽക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടു. പ്രായമായവരാണ് അവരെ ഇനി ആര് നോക്കും എന്നുള്ളതൊരു ചോദ്യമാണ്. ആ കുടുംബത്തിനാണ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഈ പൊതുമധ്യത്തിൽ ഇറങ്ങി നിന്ന് ഇമ്മാതിരി വ്ളോഗുകൾ എടുക്കുന്നവരെയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ക്യാമറയും തൂക്കി പിടിച്ച് ഇറങ്ങുന്ന കൂട്ടരെയും ജനങ്ങൾ കൈവയ്ക്കുന്ന കാലം വിദൂരമല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുകയാണ്. അതായത് അത്രത്തോളം ജനങ്ങൾ ഇതിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുകൂടി നമുക്കൊന്ന് നോക്കാം. സ്മിത ശൈലേഷ് പങ്കുവച്ച ഒരു പോസ്റ്റാണ്. അതിൽ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട, ചർച്ചയാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. നിങ്ങൾ ഫുൾ ടൈം കാറിലാണോ യാത്ര ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇത്തരം ബാഡ് ടച്ച് ഉണ്ടാവില്ലെന്നാണോ കരുതുന്നത് എന്ന് ചോദിച്ച എൻ്റെ സുഹൃത്തിന് കൊടുത്ത മറുപടിയാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. എന്തുകൊണ്ട് അയാൾക്കൊപ്പം നിൽക്കുന്നു എന്ന് ചോദിച്ച എല്ലാവർക്കുമായി ഇതുകൂടി പങ്കുവയ്ക്കുന്നു. ഞാനും ഇഷ്ടം പോലെ ബാഡ് ടച്ച് ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാഡ് ടച്ചിന് വേണ്ടി ക്യാമറ ഓണാക്കി ഇരപിടിയെത്തിയ പോലെ നിന്നല്ല. ഒരാൾ എന്നെ തൊട്ടാൽ ഞാൻ ഗൂഢ ആനന്ദത്തിൽ ക്യാമറയിൽ പെടുത്തി ചിരിക്കുകയല്ല ചെയ്യാറ്. അവന്റെ ചെപ്പക്കുറ്റി അടിച്ചു പൊട്ടിക്കും. തിയേറ്ററിൽ DSRA കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രസ്റ്റിലേക്ക് കൈ കൊണ്ടുവന്നവന്റെ കൈ എടുത്തെറിഞ്ഞ് ഒറ്റ അലക്കലക്കിയാൽ തെറിക്കും നാറി എന്നലറി ഞാൻ. തിയേറ്ററിലെ ആളുകൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. അവൻ ജീവനും കൊണ്ട് ഇറങ്ങി ഓടി. അല്ലാതെ ബസ് സ്റ്റാൻഡിൽ ബസ് സ്റ്റോപ്പ് ആകും വരെ കോണ്ടന്റ് കിട്ടാതെ അവസാന സ്റ്റോപ്പിൽ മനുഷ്യർ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങാൻ നോക്കാതെ അതുവരെ പിറകിൽ നിന്ന സ്ത്രീ നേരെ അയാളുടെ സൈഡിലേക്ക് കയറി നിന്നുണ്ടാക്കിയ ബാഡ് ടച്ച് കോണ്ടന്റ് കണ്ട് ധാർമ്മിക രോഷം കൊള്ളാൻ മാത്രം വിവരദോഷിയല്ല ഞാൻ. സ്ത്രീകളുടെ സ്വാഭാവിക പ്രതികരണം ഓൺ ദ സ്പോട്ട് അവരുടെ നാവിൽ നിന്ന് വരും. സ്ത്രീകളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് സ്ത്രീയായി 44 കൊല്ലം ജീവിച്ച എന്നെ മറ്റൊരാൾ പഠിപ്പിക്കേണ്ട. എനിക്കത് നന്നായി അറിയാം.
അതിന്റെ ജെനുവിൻ പ്രതികരണം എങ്ങനെയാകുമെന്നും അറിയാം. നടന്ന സംഭവത്തിന്റെ വ്യക്തതയുള്ള വീഡിയോ അവർ ഡിലീറ്റ് ചെയ്തല്ലോ, അതെന്തിനായിരുന്നു? ആ സ്ത്രീ യഥാർത്ഥത്തിൽ ചെയ്തത് ഇത്തരം സംഭവങ്ങളിൽ ജെനുവിനായി പ്രതികരിക്കുന്ന സ്ത്രീകളുടെ ക്രെഡിബിലിറ്റി തന്നെ കളഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇമ്മാതിരി ഡാഷ് മോളുമാരെ പിന്തുണയ്ക്കില്ല. ഇതായിരുന്നു ആ പോസ്റ്റ്. മറ്റൊരു പോസ്റ്റ് കൂടി സ്മിത പങ്കുവച്ചിട്ടുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. അത് മറ്റൊരാൾ പങ്കുവച്ച പോസ്റ്റ് സ്മിത റീപോസ്റ്റ് ചെയ്തതായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് തോന്നിയ, ഞാൻ പറയാൻ ആഗ്രഹിച്ച അതേ കാര്യങ്ങളാണ് കുറെ കൂടി ക്ലാരിറ്റിയോടെ ഈ പോസ്റ്റിലുള്ളത്. ഇതുകൂടി പങ്കുവെച്ച് നിർത്തുന്നു. ദീപകിന്റെ ആത്മഹത്യക്ക് കാരണമായ വീഡിയോ ആവർത്തിച്ചു കണ്ടു. ബസിൽ നിന്നുള്ളതാണ് രംഗം. ഒരു കുറ്റാന്വേഷകന്റെ കൗശലങ്ങളൊന്നുമില്ലെങ്കിലും ചില സംശയങ്ങൾ പറയാം. 2 രംഗങ്ങളായാണ് വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ രംഗത്തിൽ അയാളെ വ്യക്തമായി കാണാം. വെൽ ഡ്രസ്ഡായ ഒരു യുവാവ്. ജോലി കഴിഞ്ഞ് മടങ്ങുന്നതോ ജോലിക്ക് പോകുന്നതോ ആയിരിക്കണം. അയാളുടെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്. ബസ്സിൽ സീറ്റില്ല. എല്ലാ യാത്രക്കാരെയും പോലെ തിരക്കുള്ള ബസ്സിൽ അയാളും നിൽക്കുകയാണ്. ഒരു യുവതി അയാളുടെ പിന്നിൽ ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ടുണ്ട്. അയാൾ ആ സ്ത്രീ ശ്രദ്ധിക്കുകയോ മുഖത്തേക്ക് നോക്കുകയോ ദേഹത്ത് സ്പർശിക്കുകയോ ചെയ്യുന്നില്ല. അയാൾ തന്റെ കയ്യിലുള്ള ബാഗ് ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്നും കാര്യമാക്കാതെ നിൽക്കുന്നു. അയാളുടെ ബോഡി ലാംഗ്വേജിലോ ഫേഷ്യൽ എക്സ്പ്രഷനിലോ ഏതെങ്കിലും രീതിയിൽ അസ്വാഭാവികത കാണുന്നില്ല. അടുത്ത രംഗം സ്ത്രീയെ സ്പർശിച്ചു എന്ന് പറയുന്ന ഭാഗമാണ്. ആ രംഗം ഒരു സ്ലോ മോഷൻ വീഡിയോയാണ്. എഡിറ്റിംഗിലോ വീഡിയോ ചിത്രീകരണത്തിലോ സ്ലോ മോഷൻ എഫക്റ്റ് നൽകിയിട്ടുണ്ട്. ഒരു സ്റ്റോപ്പ് എത്തി എന്നതിന് തെളിവായി ബസ്സിൽ നിന്നും ബെല്ലടിച്ച ശബ്ദം കേൾക്കാം. സ്റ്റോപ്പ് എത്തിയപ്പോൾ ബസ് നിൽക്കുന്നത് വ്യക്തമാണ്. ആളുകൾ ഇറങ്ങാൻ തിരക്ക് കൂട്ടുന്നതും കാണാം. അയാളും ആ സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരമാണ് ശരീരത്തിൽ ടച്ച് ചെയ്തതായി യുവതി ആരോപിക്കുന്ന ഭാഗമുള്ളത്. സൂക്ഷിച്ചു നോക്കിയാൽ അയാൾ ബസ്സിൽ നിന്നും ഇറങ്ങാൻ നേരം തന്റെ കയ്യിലുള്ള ബാഗ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആദ്യം സ്ത്രീയുടെ ശരീരത്തിൽ ടച്ച് ആവുന്നതെന്നും ആ ബാഗ് മുന്നിലുള്ള ആളുടെ ഇടയിൽ കുടുങ്ങിയപ്പോൾ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് രണ്ടാമത് ശക്തമായി സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നതെന്നും കാണാം. ബാഗ് കയ്യിൽ പിടിച്ച് തിരക്കുള്ള ബസ്സിൽ യാത്ര ചെയ്ത് പരിചയമുള്ള ഏതൊരാൾക്കും ബസ്സിലോ ട്രെയിനിലോ കയ്യിലുള്ള ബാഗ് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അയാളുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നതിനാൽ സംഭവിച്ച ഒരു ആക്സിഡന്റൽ ടച്ചായി മാത്രമാണ് വീഡിയോ പൂർണ്ണമായും കണ്ടപ്പോൾ മനസ്സിലായത്. പൊതുവെ ഒരു യാത്രികൻ അയാൾ ഇറങ്ങുന്ന സ്റ്റോപ്പ് എത്തുന്നതിന് മുൻപ് തന്നെ റെഡിയായി നിൽക്കും. പ്രത്യേകിച്ച് തിരക്കുള്ള ബസ്സിലാകുമ്പോൾ നേരത്തെ തന്നെ ഒരുങ്ങി നിൽക്കും. ആ വീഡിയോയിലും വ്യക്തമായി അയാൾ അടുത്തത് തന്റെ സ്റ്റോപ്പാണെന്ന് മനസ്സിലാക്കി ഇറങ്ങാനായി സൈഡിൽ നിന്ന് മാറി സെന്ററിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആ ഭാഗത്ത് അയാൾ മുന്നിലും യുവതി പിന്നിലുമാണ്. രണ്ടാമത്തെ ഭാഗത്ത് അയാൾ സെന്ററിലേക്ക് വന്നപ്പോൾ ആ സ്ത്രീ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ആ സമയം വരെ അയാളുടെ പിറകിൽ നേരെ നിന്ന സ്ത്രീ എന്തിനാണ് അയാൾ ഇറങ്ങാനായി ഒരുങ്ങി നിൽക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്ത് ചെരിഞ്ഞു നിന്നത്? വീഡിയോ പകർത്തിയ സ്ത്രീയുടെ ഇന്റൻഷനിൽ സംശയം തോന്നാൻ കാരണം ഈ ഒരൊറ്റ ചോദ്യം മാത്രമാണ്. റീലുകളുടെ റീച്ചിന് വേണ്ടി വ്യാജ കഥകൾ നിർമ്മിക്കുമ്പോൾ ഇരയായത് ദീപക് മാത്രമാണ്. യഥാർത്ഥത്തിൽ ബസ്സിലും ട്രെയിനിലും ലൈംഗിക അക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾ കൂടിയാണ്. അവരുടെ ശബ്ദം കൂടിയാണ് വ്യാജന്മാർ ഇല്ലാതാക്കിയത്. ജംഷീദ് പള്ളിപ്പുറം എന്ന ആളുടെ ഒരു പോസ്റ്റായിരുന്നു. അത് പങ്കുവെച്ചുകൊണ്ടായിരുന്നു സ്മിത ഈ ഒരു കുറിപ്പ് കൂടി വ്യക്തമാക്കുന്നത്. അതായത് അയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് ആ വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പ്രഹസനവുമായി ഇറങ്ങുന്ന കൂട്ടർക്ക് ജനം ഇനി മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.